അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചിരിക്കുന്നത് മറ്റുള്ളവരുമായി സംവദിക്കാനും സംസാരിക്കാനും അവൻ്റെ ഹൃദയത്തിലേക്ക് ഏറ്റവും നല്ല സന്ദേശം കൈമാറാനും പറ്റുന്ന വിധത്തിലാണ്. മറ്റു ജീവികൾക്കൊന്നും ഇത്തരം ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസദസ്സിലേക്ക് വന്ന ഒരുപാട് ആളുകളുടെ ചരിത്രങ്ങൾ, അവിടുത്തെ ഏറ്റവും ഉത്തമമായ സമീപന രീതികൾ നമുക്ക് വായിക്കാൻ കഴിയും. ഇതിൽപ്പെട്ട ഒന്നാണ് ഒരിക്കൽ ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സദസ്സിലേക്ക് മദ്യപാനിയായ ഒരു മനുഷ്യനെ കൊണ്ടുവരികയാണ്. ആ മദ്യപാനിയായ മനുഷ്യനെ താക്കീത് ചെയ്യുകയും ഉപദേശിക്കുകയും ആ തിന്മ ചെയ്തതിൻ്റെ പേരിൽ ശാസിക്കുകയും അദ്ദേഹത്തെ ഉപദേശിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം അയാൾ തിരുസവിധം വിട്ട് ആ സദസ്സ് വിട്ട് ഇറങ്ങുമ്പോൾ സ്വഹാബത്തിൽപ്പെട്ട ചില ആളുകൾ അദ്ദേഹത്തെ വളരെയധികം മോശമായി ചിത്രീകരിച്ച് ശപിച്ചുകൊണ്ട് നിനക്ക് അള്ളാഹുവിൻ്റെ ശാപമുണ്ടാവട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ശപിച്ചു, ആക്ഷേപിച്ചു. ഇത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടമായില്ല. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അദ്ദേഹത്തെ ശപിക്കരുത്. അദ്ദേഹം അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന വ്യക്തിയാണ്. അതാണ് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപനം. ഏറ്റവും നല്ല സ്വഭാവത്തിൽ അവിടുത്തെ സദസ്സിലേക്ക് വന്ന ഒരു മദ്യപാനിയെയും അവിടെ നാട്ടി ഓടിച്ചില്ല. ഇതേ രൂപത്തിൽ ഒരിക്കൽ വ്യഭിചരിക്കുന്ന ഒരു മനുഷ്യൻ ആ സദസ്സിലേക്ക് കയറി വന്നു. അദ്ദേഹത്തെയും മാട്ടി ഓടിക്കാതെ അവിടെ ശാന്തനായി ഇരുത്തി അദ്ദേഹത്തോട് ചോദിച്ചു, നീ മാനഭംഗപ്പെടുത്തുന്നത്, നീ ഒരു സ്ത്രീയുടെ മാനം പറിച്ചു ചീന്തുന്നത്, അത് നീ ചെയ്യുന്ന ഏറ്റവും വലിയൊരു കുറ്റമാണ്. ഞാൻ നിന്നോട് ചോദിക്കട്ടെ, നിൻ്റെ ഉമ്മയെ ഒരാൾ വ്യഭിചരിച്ചാൽ നിൻ്റെ സമീപനം എന്തായിരിക്കും? അയാൾ വൃശ്യതയോടെ പ്രതികരിച്ചു. നിൻ്റെ ഭാര്യയെ ഒരാൾ വ്യഭിചരിച്ചാൽ നിൻ്റെ പ്രതികരണം എന്തായിരിക്കും? അപ്പോഴും അയാൾ കുറഞ്ഞു തുള്ളി. നിൻ്റെ മകളെ ഒരാൾ ആ രൂപത്തിൽ സമീപിച്ചാൽ നിൻ്റെ സമീപനം എന്തായിരിക്കും? എന്നിട്ട് ശാന്തനായ ആ മനുഷ്യനോട് ചോദിച്ചു, നീ വ്യഭിചരിക്കുന്ന ഓരോ പെണ്ണും നിന്നെപ്പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന, പ്രതികരിക്കുന്ന മറ്റൊരാളുടെ ഉമ്മയാണ്, മറ്റൊരു സഹോദരൻ്റെ ഭാര്യയാണ്, അതല്ലെങ്കിൽ മറ്റൊരു സഹോദരൻ്റെ മകളാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ആ ഉപദേശം തറച്ചു. ആ മനുഷ്യൻ ആ തിന്മയിൽ നിന്ന് പൂർണ്ണമായും രാജിയായി. അതാണ് ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. ഓ നബിയെ, അങ്ങയുടെ ആ അങ്ങയുടെ ആ മയമുള്ള സമീപനം അതാണ് അവരെ മാറ്റിമറിച്ചത്. വഇൻ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലംഫളു മിൻ ഹൗലിക്. അങ്ങെങ്ങാനും ഒരു കടുപ്പക്കാരനായാൽ, ഒരു പരുഷ സ്വഭാവിയായാൽ അങ്ങയുടെ കൂടെ ആരും ഉണ്ടാവില്ല, എല്ലാവരും കൂടൊഴിഞ്ഞു പോകുമായിരുന്നു എന്ന് ഖുർആൻ തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവത്തെ അടിവരയിട്ടുകൊണ്ട് സംസാരിക്കുന്നുണ്ട്. അതാണ് ഒരു കവി സൂചിപ്പിച്ചത്, വഖുൽ ഇദാ ഖുൽത, നീ സംസാരിക്കുമ്പോൾ ഖൗലൻ ലയ്യിനൻ, നീ മൃദുവായി, മാന്യമായി, നല്ല നയചാതുരിയോടെ നീ സംസാരിക്കുക. വബിഹി, അങ്ങനെ നീ സംസാരിച്ചാൽ മാലത്ത് ഖുലൂബുൻ നാസി കുല്ലിഹിം, ഈ ലോകം നിനക്കൊപ്പമുണ്ടാകും. ലോക ജനത, ആ ജനങ്ങളുടെ മനസ്സ് നിനക്കൊപ്പമായിരിക്കും. അതുകൊണ്ട് നമ്മുടെ സംസാരം നന്നാക്കുക, ഏറ്റവും നല്ല സമീപനം, ഏറ്റവും നല്ല പെരുമാറ്റമുള്ളവരായി നമ്മൾ മാറുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവം നമ്മൾ മാതൃകയായി സ്വീകരിക്കുക. ഒരു കുറ്റവാളിയെയും നമ്മൾ കുറ്റപ്പെടുത്തരുത്, ശപിക്കരുത്, ആട്ടിയോടിക്കരുത്. ഏത് കുറ്റം ചെയ്തവനും ഒരു നിമിഷം മതി അവന് നല്ല മനുഷ്യനായിത്തീരാൻ. കഴിഞ്ഞ കാലത്തെ ചരിത്രങ്ങളിൽ നമ്മളിന്ന് റളിയല്ലാഹു അൻഹും എന്ന് ചൊല്ലുന്ന പൂർവ്വസൂരികൾ പലരും, അവരുടെ പൂർവ്വചരിത്രങ്ങൾ മോശമായിരുന്നു. അവരുടെ ഓൾഡ് ഹിസ്റ്ററി അത് ഒരു ഡാർക്ക് ഏജിൻ്റെ കാലമായിരുന്നു. പക്ഷേ ഏതോ ഒരു നിമിഷത്തിൽ നന്മയുടെ ഇത്തിരി വട്ടം അവരുടെ മനസ്സിലേക്ക് കയറിയപ്പോഴാണ് ഹിദായത്തിൻ്റെ പുതിയ പാന്താവിലേക്ക് അവർ നടന്നു വന്നത്. ഏതൊരു മനുഷ്യനും അങ്ങനെ നല്ല ഒരു സാധ്യതയെ നമ്മൾ കാണണം, തള്ളിക്കളയാൻ പറ്റില്ല. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.